ഇവരൊക്കെ ഇവിടെ ഉള്ള കേട്ടോ, ചാലക്കുടിയുള്ള. ഇയാൾ മാത്രമേ നമ്മളെ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന കേട്ടോ. നമ്മളെ ലോഡ് തൃശ്ശൂർ ചാലക്കുടി കേട്ടോ. ഇപ്പം നമ്മൾ കോയമ്പത്തൂർ LNT കയറാനായിട്ടോ. എന്തായാലേ ഭംഗി. അങ്ങനെ നമ്മൾ വാളയാർ എത്തിയിട്ടോ. വാളയാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയൊരു വാളയാർ പരമശിവത്തിനാട്ടോ, നമ്മളെ കൊച്ചു കേരളത്തിലേക്ക് കടന്ന്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുക കേട്ടോ. എന്തായാലേ പാലക്കാടിൻ്റെ ആ ഭംഗി മുകളിൽ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി എത്തി. വടക്കാഞ്ചേരി ടോള് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഉറങ്ങും കേട്ടോ. ടോള് പാസ്സാകുന്ന വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, രാത്രിയായതുകൊണ്ട്. ടോള് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് അങ്ങനെ പൊലിച്ചൊക്കെ എണീച്ച് തവിട്ടാണ് കുതിരാൻ തുരങ്കം എത്തിയിട്ടോ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ വൈറലായ കനാലൊക്കെ നമ്മൾ പാസ്സാകുകയാണ്. ഏതായാലും തിരക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാലിയേക്കര ടോളും ഇതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചാൽ എന്നും തല്ലും കുത്തും വണ്ടി തടയലും പ്രശ്നവും മാത്രമായിട്ട് ഈ ടോള് നമ്മൾ കാണാറുള്ളത്. ഏതായാലും അവിടെ ടോള് പാസ്സായി ഞാൻ സൈഡാക്കി അവിടെ ടോയ്ലറ്റിലൊക്കെ പോയി നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇനി കുറഞ്ഞ കിലോമീറ്റർ കൂടി നമ്മളെ ഈ അൺലോഡിങ് പോയിന്റിലേക്ക് ഓടാനുണ്ട് കേട്ടോ. ഇനി ചായയൊക്കെ കുടിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. പാർട്ടി പറഞ്ഞത് പോട്ടാന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മുമ്പ് ഉള്ളോട് തിരിയണം, അതിരപ്പള്ളിക്കുള്ള റോഡാണ്, ചാലക്കുടി എത്തണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തിരിയേണ്ട സ്ഥലത്ത് ഞാൻ വിചാരിച്ച് കാട്ടിക്കാണോ പോകണമെന്ന്. അതിരപ്പള്ളിന്ന് കേട്ടപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മൂപ്പരത് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് കയറ്റി ചായ കുടിക്കാൻ കൊണ്ടുപോകണം. ഇത് നമ്മളെ ലോഡിൻ്റെ പാർട്ടി കേട്ടോ. അങ്ങനെ അവർ പോണ പള്ളിയെ കാണിച്ചെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ അത് പകർത്തിയിട്ടോ. എന്തായാലും അടിപൊളി മനോഹരമായി കിടക്കുന്ന പള്ളി. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയിൽ വേക്കിന് ഇങ്ങനെ കുത്തിന്ന് ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏതായാലും രാവിലത്തെ ചായ നല്ല പായൊക്കെ കഴിച്ചു കൊടുത്ത് പണിക്കാരൊക്കെ വന്നിട്ട് ലോഡ് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ലോഡ് ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ചാറ്റൽ മഴ തുടങ്ങിയിട്ടോ. പിന്നെ പറയണോ, ഏതായാലും ഞാൻ വന്ന് കണ്ട ഉണങ്ങിയ സ്ഥലമൊക്കെ വെള്ളക്കെട്ടുകൊണ്ടെന്ന് അറിയാം. അങ്ങനെ അവരെന്താക്കി പായ് വലിച്ചു കെട്ടാൻ തുടങ്ങി. മഴ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലായിടത്തും നിന്ന് നല്ല മഴ രാവിലെ തന്നെ. അങ്ങനെ പായ് വലിച്ചു കെട്ടിയിട്ട് പായ്ക്കാണെങ്കിൽ പിന്നെ തുളയും കാര്യങ്ങളൊക്കെ വലിച്ചു കെട്ടി ഏതായാലും ലോഡ് ഇറക്കാൻ തുടങ്ങി. ഇതുവരെ പിക്കപ്പ് തന്നെ കേട്ടോ. ഈ വണ്ടിയിൽ വേറെ സ്ഥലത്തേക്ക് ലോഡ് കൊണ്ടുപോട്ടോ. മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്കാന്നാണ് പറഞ്ഞത്. എനിക്ക് പോകാൻ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കയറാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊറാട്ടയും കടലക്കറിയും ചായയൊക്കെ മൂപ്പര് സ്വന്തം കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുടിച്ച് അങ്ങനെ ഞാൻ പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്ന് കൈയൊക്കെ തന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നോന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി തന്നിട്ടോ. കുളിക്കാനുള്ള സൗകര്യം ചായ എല്ലാം വാങ്ങി തന്ന് എനിക്ക് ചായ കുടിക്കാൻ ക്യാഷ് തന്ന്. ഞാൻ എന്തിനത് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ അതാ വണ്ടിയിൽ ലോഡ് ഇറക്കിയ ആൾക്കാർക്ക് ഭയങ്കര നിർബന്ധം പോലെ വീഡിയോയിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഒരു ലോഡൊക്കെ ഇറക്കി ഫ്രഷായി പോവാണ്. ഞാനിത് അവിടെ കിടക്കുന്നു, വണ്ടി കാലി ആയിട്ടുണ്ട്. അടുത്ത ലോഡിന് വേണ്ടി കാത്തിക്കുകയാണ്. ഈ ചോന്ന് ഷർട്ട് ഇട്ട ആൾ നരിക്കുനിയുള്ള കേട്ടോ. നരിക്കുനി പറഞ്ഞാൽ പാത്തുവിനെയൊക്കെ അറിയില്ലേ, ആ പാത്തുവിൻ്റെ ഒക്കെ നാട്ടിലുള്ള ആളാണ്. നിങ്ങളെ പേരെന്തെങ്കിലും? ഷിബേട്ടൻ. നിങ്ങളെ പേര്? രാജേഷ്. നിങ്ങളെ പേര്? ജോബി. രാജു. ഇവരൊക്കെ ഇവിടെ ഉള്ള കേട്ടോ, ചാലക്കുടിയുള്ള. ഇയാൾ മാത്രമേ നമ്മളെ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന കേട്ടോ. ആ വീട് കണ്ടില്ലേ, അവിടെ എന്നോട് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞ്. ഇങ്ങനത്തെ ആളുകളെ നമ്മൾ അപൂർവങ്ങളിലേ കാണുള്ളൂ കേട്ടോ. ഞാൻ ഏതായാലും അവിടുന്ന് പോരാനുള്ള തയ്യാറെടുപ്പാണ്. എന്തായാലും എനിക്ക് ആദ്യമായിട്ടുണ്ടായിട്ടോ അനുഭവം. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ സന്തോഷമായിട്ടോ. ആ ലോഡ് അവിടെ എത്തി അവിടുന്ന് തിരിച്ചു പോരുന്നവരെ